ഇന്നാണ് ആ ദിവസം. പള്ളിയിൽ പോയിട്ട് വന്ന് ഞാൻ നോമ്പൊക്കെ മുറിച്ചു. അപ്പം അങ്ങനെ കഥയിലോട്ട് കടക്കുമല്ലേ, ചരിത്രത്തിലോട്ട് കടക്കുമല്ലേ. ഇന്നാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരവും ഏറ്റവും വലുതുമായുള്ള സ്നേഹം തിരിച്ചറിയപ്പെട്ട ദിവസം. ഇന്നാണ് ദുഃഖവെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് ഈ ദുഃഖവെള്ളിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നതെന്ന് അറിയാമോ? ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഒരു സാധാരണ ദിവസമല്ല. ഈ ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു സ്നേഹകഥയാണ് ഈ ദുഃഖവെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിച്ചതിനാലും അവൻ്റെ സ്നേഹത്തിനു മുമ്പിൽ നമ്മൾക്കാർക്കും നിൽക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്നതുകൊണ്ട് പറയുന്നത്. യേശു നമുക്ക് വേണ്ടി കുരിശു ചുമന്ന് മരണപ്പെട്ടെങ്കിലും ആ ദിവസം നമുക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നതിൽ ഓർമ്മ പുതുക്കലിനാണ് നമ്മൾ ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്നതുകൊണ്ട് പറയുന്നത്. ഈ ലോകത്ത് പലതരം സ്നേഹങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു ലോകം മുഴുവനുമായി അവരുടെ പാവങ്ങൾ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് വേദന സഹിക്കുകയും മുൾക്കിരീടം ധരിക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്ത ഒരു രാജാവിൻ്റെ കഥയാണ് ഈ ദുഃഖവെള്ളി. ഈ ലോകത്ത് ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് പല സിനിമാ കഥകളും ഇപ്പോൾ റിയൽ ലൈഫിലൊക്കെ കുറേ കഥകളും പറയാനുണ്ടാവും. പക്ഷേ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും സ്നേഹത്യാഗമായ കഥ ഇത് മാത്രമേ ഉള്ളൂ. യേശു നിരപരാധിയായി ഇരുന്നിട്ടും പാപം ചെയ്തവനെ കാണപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, മുൾക്കിരീടം ധരിക്കപ്പെട്ടു. എന്നിരുന്നാലും അവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ ത്യജിച്ചു. ഇതിനേക്കാളും വലിയൊരു ലവ് സ്റ്റോറി ഈ ചരിത്രം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും യേശുവിനെ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയട്ടെ.